ഷാർജയിൽ വിപഞ്ചികയും കുഞ്ഞും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിന്റെ അന്വേഷണം ശാസ്താംകോട്ട ഡിവൈഎസ്പിക്ക്. രാജ്യത്തിന് പുറത്ത് നടന്ന സംഭവമായതിനാൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറും. ഇരുവരുടെയും മരണത്തിൽ പരാതി നൽകുന്നതിനായി വിപഞ്ചികയുടെ അമ്മ ഷാർജയിലെത്തി. വിപഞ്ചികയുടെയും മകളുടെയും മൃതദേഹം നാട്ടിലെത്തിക്കണമെന്ന് വിപഞ്ചികയുടെ അമ്മ ശൈലജ ആവശ്യപ്പെട്ടു. വിപഞ്ചികയുടെ അമ്മ നൽകിയ പരാതിയിൽ കുണ്ടറ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം ശാസ്താംകോട്ട ഡിവൈഎസ്പി TB മുകേഷിന് കൈമാറി. ഭർത്താവ് നിതീഷ്, സഹോദരി, അച്ഛൻ എന്നിവരെ പ്രതി ചേർത്താണ് FIR. സ്ത്രീധന പീഡനം, ആത്മഹത്യാ പ്രേരണം എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. കൊല്ലം റൂറൽ SP സാബു മാത്യു മേൽനോട്ടം വഹിക്കും. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറും. നിയമ നടപടികൾക്ക് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കാനായി അമ്മ ശൈലജ ഷാർജയിലെത്തി. മൃതദേഹങ്ങൾ ഷാർജയിൽ സംസ്കരിക്കണമെന്ന് നിതീഷ് വാശി പിടിക്കുന്നത് എന്തിനെന്ന് മനസ്സിലാവുന്നില്ലെന്ന് വിപഞ്ചികയുടെ അമ്മ ചോദിച്ചു. ഞാൻ ഈ ഒരു പ്രതീക്ഷയോടാണ് ഞാൻ ഇവിടെ വന്നത്. അമ്മയും കൊച്ചിനെയും കൊണ്ടുപോകാം. ഇവിടെ സംസ്കരിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മുടെ നാട്ടിൽ സംസ്കരിക്കുന്നത്. ഒന്നേ അവൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ. അല്ലാതെ ഇവിടെ സംസ്കരിക്കുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല. കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് നിയമസഹായം ഉറപ്പാക്കിയതായി കൊല്ലം MP പ്രതികരിച്ചു. ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ മരണക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു അന്വേഷണം കൂടി നടത്തി കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതും ഈ പ്രശ്നത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കൊല്ലം കേളപുരം സ്വദേശിയായ വിപഞ്ചിക ഷാർജയിൽ വെച്ച് മകളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തു എന്നതാണ് പ്രാഥമിക കണ്ടെത്തൽ. മീഡിയ 1 കൊല്ലം.